മധ്യപ്രദേശിൽ കോൺഗ്രസിന് തിരിച്ചടി. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സുരേഷ് പച്ചോരി ബിജെപിയിൽ ചേർന്നു. ഭോപ്പാലിൽ ബിജെപി ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനിൽ നിന്നുമാണ് അംഗത്വം സ്വീകരിച്ചത്. തത്സമയ വിവരങ്ങളുമായി ഗൗതം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും കോൺഗ്രസ് പാളയത്തിൽ നിന്ന് കരുത്തരൊക്കെ NDA ക്യാമ്പിലേക്ക് ബിജെപിയിലേക്ക് എത്തുന്നു. ഇപ്പോൾ മധ്യപ്രദേശിൽ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയും ഒക്കെയാണ് ബിജെപി പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഗൗതം, ഉമേഷ്, അല്പസമയം മുമ്പ് മധ്യപ്രദേശ് തലസ്ഥാനമായ ഭോപ്പാലിൽ BJP ആസ്ഥാനത്ത് സുരേഷ് പച്ചോരി എത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുരേഷ് പച്ചോരി BJPയിലേക്ക് എത്തുമെന്ന് സംബന്ധിച്ചുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങൾ, അത്തരം വാർത്തകൾ ധാരാളമായി പ്രചരിക്കുന്നുണ്ടായിരുന്നു. അത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ സുരേഷ് പച്ചോരി BJP ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. മധ്യപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രി, ഏതാണ്ട് 17 വർഷക്കാലം മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ച BJPയുടെ മുതിർന്ന നേതാവായ ശിവരാജ് സിംഗ് ചൗഹാൻ ഇപ്പോൾ BJP അംഗത്വം നൽകി സുരേഷ് പച്ചോരിയെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൈലാഷ് വിജയവാർജിയെ പോലെയുള്ള മധ്യപ്രദേശിലെ മുതിർന്ന BJP നേതാക്കളുടെ സാന്നിധ്യവും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മധ്യപ്രദേശിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വലിയ ക്ഷീണം ചെയ്യുന്നതാണ് ഈ ഓരോ നേതാക്കളുടെയും കൊഴിഞ്ഞുപോക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ധാരാളം നേതാക്കൾ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് BJP അതല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് K കരുണാകരൻ എന്ന ലീഡർ എന്ന് കോൺഗ്രസ്സുകാർ കേരളത്തിൽ വിശേഷിപ്പിക്കുന്ന, ദേശീയ തലത്തിൽ തന്നെ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഒരു മുഖമായിരുന്ന K കരുണാകരൻ്റെ മകളായ പത്മജ വേണുഗോപാൽ, പത്മജിയും കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഫേസ് ആയിരുന്നു. പത്മജ BJPയിലേക്ക് എത്തുകയും BJPയുടെ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ഒപ്പം ഫെബ്രുവരി 13-ാം തീയതി മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന അശോക് ചവാൻ, അദ്ദേഹം കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് BJPയിലേക്ക് കഴിഞ്ഞ ഫെബ്രുവരി 13-നാണ് എത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുരേഷ് പച്ചോരി, മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസിന്റെ നേതാവാണ്. 1994 മുതൽ 96 വരെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് സഹമന്ത്രിയായിരുന്നു. നരസിംഹറാവുവിനൊപ്പം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. പിന്നീട് 2004 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗിന്റെ കൂടെ 1-ാം UPA സർക്കാരിന്റെ കാലത്ത് കേന്ദ്രമന്ത്രിയായിരുന്നു. അങ്ങനെ കോൺഗ്രസിൽ യൂത്ത് കോൺഗ്രസിലൂടെ എത്തി. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിച്ച് പിന്നീട് നരസിംഹറാവു, മൻമോഹൻ സിംഗ് മന്ത്രിസഭകളിൽ മന്ത്രിയായ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖമാണ് സുരേഷ് പച്ചോരി. ഇദ്ദേഹമാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ BJPയിൽ ചേരുന്നത്. മാത്രമല്ല, മറ്റു ചില കോൺഗ്രസ് MLA-മാർ കൂടി BJP പാളയത്തിലേക്ക് എത്തുന്ന വിവരങ്ങൾ കൂടി മധ്യപ്രദേശിൽ നിന്ന് വരുന്നുണ്ടല്ലോ ഗൗതം. ഉമേഷ്, സുരേഷ് പച്ചോരിക്കൊപ്പം സഞ്ജയ് സിംഗ് എന്ന കോൺഗ്രസ് MLA കൂടി ഇപ്പോൾ ഈ BJPയിലേക്ക് എത്തുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമുക്കറിയാം, ഇതേ മധ്യപ്രദേശിൽ നിന്ന് തന്നെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് BJPയിലേക്ക് എത്തിയത്. ജ്യോതിരാദിത്യ സിന്ധ്യ ഗ്വാളിയാർ മേഖലയിൽ കോൺഗ്രസിന് ഒരു കാലത്ത് വലിയ സ്വാധീനം രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. എന്നാൽ സിന്ധ്യ 2019 2018 മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചിരുന്നു. പിന്നീട് 25ഓളം MLA-മാരുമായി ചേർന്നുകൊണ്ടാണ് അദ്ദേഹം BJPയിലേക്ക് എത്തുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. നമുക്കറിയാം, ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെയുള്ള നേതാക്കൾ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ എത്തിയ ശേഷം അവർക്കും ഒരു ശക്തി പരീക്ഷണം കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. എന്നാൽ ഗ്വാളിയാർ, ഗുണ മേഖലകളെല്ലാം തൂത്തുവാരിക്കൊണ്ട് BJPക്കൊപ്പം പഴയ കോൺഗ്രസ് ബെൽറ്റുകൾ നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതായത് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കൊപ്പമാണ് ഗ്വാളിയാർ ബെൽറ്റ് നിൽക്കുന്നത്, അല്ലാതെ കോൺഗ്രസിനൊപ്പമല്ല എന്ന കൃത്യമായ സന്ദേശം നൽകുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ശേഷം മധ്യപ്രദേശിലെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺഗ്രസ് ഫേസ് ആയിരുന്നു സുരേഷ് പച്ചോരി എന്നത്. മാത്രമല്ല, കമൽനാഥ് തന്നെ BJPയിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ വളരെ സജീവമാണ്. അത് കമൽനാഥും പൂർണ്ണമായി തള്ളിക്കളയുന്നൊന്നുമില്ല. ചില ഘട്ടങ്ങളിൽ അദ്ദേഹം എത്തി എന്ന വാർത്ത പോലും പല ക്യാമ്പുകളിൽ നിന്നും പുറത്തു വന്നിരുന്നു. ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സ്ഫോടനമായി ഒരുപക്ഷെ അത് ഏതെങ്കിലും ദിവസങ്ങളിൽ മാറിയേക്കാം. കാരണം കമൽനാഥും മനസ്സുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി തന്നെ ഉപേക്ഷിക്കണമെന്നും മറ്റൊരു പാളയത്തിൽ പ്രത്യേകിച്ച് മുഖ്യധാര ദേശീയതയിലേക്ക് എത്തണമെന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും അദ്ദേഹം നടത്തുന്നുണ്ട്. അതിനാൽ കമൽനാഥുമായി വളരെ അടുപ്പം ഉള്ള ഒരു നേതാവ് കൂടിയാണ് ഈ സുരേഷ് പച്ചോരിയും. അതിനാൽ മധ്യപ്രദേശിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ മേൽവിലാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവിനുള്ള വലിയ ശ്രമങ്ങൾ കോൺഗ്രസ് മധ്യപ്രദേശിൽ നടത്തിയെങ്കിലും തകർന്നടിഞ്ഞു പോകുന്ന
പശ്ചാത്തലമാണ് ഉള്ളത്. ഒപ്പം ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലുമെല്ലാം കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുക കൂടി ചെയ്യുന്ന ഒരു സാഹചര്യവും രൂപപ്പെട്ടിരുന്നു. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും കോൺഗ്രസിനെ സംബന്ധിച്ച് നിരവധി അവരുടെ നേതാക്കളെ നഷ്ടപ്പെടുകയാണ്. അതിൻ്റെ തുടക്കമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അശോക് ചവാൻ BJP-യിലെത്തി, ഒപ്പം പത്മജ വേണുഗോപാൽ എത്തുന്നു, ഇപ്പോൾ സുരേഷ് പച്ചൂരി എത്തുന്നു. ഇനിയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി കൂടി പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഭാരതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും കൂടുതൽ കോൺഗ്രസ് നേതാക്കളും മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളും BJP-യിലേക്ക് എത്തും എന്ന സൂചനയാണ് BJP-യുടെ ദേശീയ നേതൃത്വവും ഇപ്പോൾ നൽകുന്നത്. ഉമേഷ്, ഗൗതമി, തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞ് സഖ്യം രൂപീകരിച്ച് BJP-യെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ വലിയ പ്രതിരോധം തീർക്കാനാണ് രാഹുലിൻ്റെ നേതൃത്വത്തിൽ പല യാത്രകളും ജോഡോ യാത്രയും ഒക്കെ നടത്തി. ഇങ്ങനെ മുന്നണി വിപുലീകരണം എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ കൂടെ ഉള്ള മുന്നണി ഭാഗമായ പല ഘടകകക്ഷികളും മുന്നണി വിട്ടുപോകുന്നു. അവർക്ക് ഈ ഇന്ത്യ മുന്നണിയിൽ തുടരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ മനസ്സില്ല എന്ന് അവർ പരസ്യമായി വ്യക്തമാക്കുന്നു. അങ്ങനെ മുന്നണി സമവാക്യത്തിലും കോൺഗ്രസ് പരാജയപ്പെടുന്നു. ഒപ്പം കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് കരുത്തരെ പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത തരത്തിലേക്ക് തകർന്നടിഞ്ഞു പോകുന്നു അല്ലേ? ഉമേഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ INDA മുന്നണി അത് പൂർണ്ണമായും ശിഥിലമാകുന്ന കാഴ്ച നമുക്ക് ഓരോ സംസ്ഥാനങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. മുന്നണിക്ക് തുടക്കം കുറിച്ച ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ NDA-യിലേക്ക് മടങ്ങിയെത്തി. JDU NDA-യുടെ ഭാഗമാണ് ഇപ്പോൾ. ഒപ്പം മമതാ ബാനർജിയെ പോലെയുള്ള നേതാക്കൾ മുന്നണിക്ക് പുറത്തേക്ക് പോയി. ജമ്മു കശ്മീരിൽ ഒമർ അബ്ദുള്ളയും നാഷണൽ കോൺഫറൻസും മുന്നണിക്കെതിരെ തുടർച്ചയായി സംസാരിക്കുന്നു. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ INDA മുന്നണി ഏതാണ്ട് കടലാസിൽ മാത്രമായി ഒതുങ്ങുന്ന പശ്ചാത്തലമാണ് ഉള്ളത്. മുന്നണിക്കകത്തുള്ള വിവിധ കക്ഷികൾക്ക് കോൺഗ്രസിനോട് താല്പര്യമില്ല. കാരണം കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, തെലുങ്കാന, അതോടൊപ്പം തന്നെ മിസോറാം എന്നീ 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടിയാണ് ഈ മുന്നണിക്കകത്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കാരണം ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് പോലും കോൺഗ്രസ് മുന്നണിയിലെ മറ്റ് കക്ഷികളെ അടുപ്പിച്ചില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായത്. കോൺഗ്രസ് തന്നെ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുകയും INDA മുന്നണി എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രായോഗികമല്ല എന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതോടുകൂടി തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിനായി മുന്നണിയിലെ മറ്റ് കക്ഷികൾ കാത്തു നിൽക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കോൺഗ്രസ് അധികാരത്തിലുള്ള രാജസ്ഥാനും ഛത്തീസ്ഗഡും നഷ്ടമായി. മധ്യപ്രദേശിൽ തിരിച്ചുവരവ് നടന്നില്ല. ഈ 3 സംസ്ഥാനങ്ങളിലും BJP വലിയ മുന്നേറ്റം നടത്തി അധികാരത്തിലെത്തുന്നു. മിസോറാമിൽ കോൺഗ്രസ് ചിത്രത്തിൽ തന്നെ ഇല്ലാതായി. ആകെ തെലുങ്കാന മാത്രമാണ് ആശ്വാസകരമായ ഒരു ജയം നൽകിയത്. ഇതോടുകൂടി തന്നെ ഈ മുന്നണി പൂർണ്ണമായി തന്നെ ശിഥിലമാകുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് ബീഹാറിലെ പ്രശ്നങ്ങളെ തുടർന്ന് നിതീഷ് കുമാർ, ഈ മുന്നണിക്ക് തുടക്കം കുറിച്ച നിതീഷ് കുമാർ BJP-യിലേക്ക് അല്ലെങ്കിൽ NDA-യിലേക്ക് മടങ്ങിയെത്തുന്നത്. മമതാ ബാനർജി ഈ മുന്നണി എന്നത് ഒരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്നും ഇത് കേവലം വാചകമടി മാത്രമാണെന്നും തുറന്നടിച്ചുകൊണ്ട് പിന്നീട് മുന്നണിക്ക് പുറത്തേക്ക് വരുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട INDA മുന്നണിയുടെ ഫേസായി ദേശീയ തലത്തിൽ നിന്നവർ തന്നെ ഈ മുന്നണി യാഥാർത്ഥ്യമാകില്ല എന്ന കൃത്യമായ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മുന്നണിക്ക് പുറത്തേക്ക് വന്നതോടുകൂടി തന്നെ ഇതേതാണ്ട് കടലാസ് മുന്നണിയായി മാറുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. പക്ഷേ മറുഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് NDA കൂടുതൽ കരുത്താർജിക്കുന്നു എന്നുള്ളതാണ്. കാരണം NDA-യുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം 400+ എന്നുള്ളതാണ്. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്നുള്ള സഹതാപ തരംഗത്തിൽ അന്ന് രാജീവ് ഗാന്ധിക്ക് ലഭിച്ച 405 എന്ന മാജിക് നമ്പർ കടന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യും NDA-യും ലക്ഷ്യമിടുന്നത്. ബജറ്റ് സമ്മേളനത്തിൻ്റെ ഒടുവിൽ പാർലമെന്റിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞത് BJP ഒറ്റയ്ക്ക് 370-നടുത്ത് സീറ്റുകൾ നേടുകയും ഈ മുന്നണി 400-ന് മുകളിൽ സീറ്റുകൾ നേടും, ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന പ്രഖ്യാപനം ലോക്സഭയ്ക്കകത്ത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് നമ്മൾ ഓർക്കണം. അതിനനുസരിച്ചുള്ള ഗ്രൗണ്ട് വർക്കാണ് ഇപ്പോൾ BJP നടത്തുന്നത്. അതിൻ്റെ ഭാഗമാണ് NDA വിപുലീകരണം നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് പോയ NDA-യുടെ വിവിധ കക്ഷികൾ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും 2 പ്രധാനപ്പെട്ട കക്ഷികൾ, ഒഡീഷയിലെ ഭരണകക്ഷിയായിട്ടുള്ള ബിജു ജനതാദളാണെങ്കിലും ആന്ധ്രാപ്രദേശിലെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള തെലുങ്ക് ദേശം പാർട്ടി, ഈ 2 പാർട്ടികളും NDA-യിലേക്ക് തിരിച്ചെത്തുകയാണ്. ഈ 2 കക്ഷികളും മുൻപ് NDA-യുടെ ഭാഗമായിരുന്നു. 2008-ലാണ് ബിജു ജനതാദളും BJP-യും വേർപിരിയുന്നത്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് TDP NDA ബന്ധം വിടുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും NDA-യിലേക്ക് മടങ്ങിയെത്തുവാൻ തെലുങ്ക് ദേശം പാർട്ടിയും ബിജു ജനതാദളും സ്വയം ഇനിഷ്യേറ്റീവ് എടുത്തു വന്നു. BJP-യുടെ വാതിലുകളിൽ മുട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ 2
രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ NDAയിലേക്ക് എത്തുന്നു. ഇത് കൂടാതെ നമുക്കറിയാം ദക്ഷിണ ഭാരതത്തിലെ അടുത്ത കാലത്താണ് ജനതാദൾ സെക്കുലർ HD കുമാരസ്വാമിയും അദ്ദേഹത്തിന്റെ പിതാവ് മുൻ പ്രധാനമന്ത്രിയുമായ HD ദേവഗൌഡയും ചേർന്നുകൊണ്ട് അവരിപ്പോൾ NDAയുടെ ഭാഗമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശിവസേനയിലെ ഒരു പ്രബല വിഭാഗം, ശിവസേന രണ്ടായി പിളർന്നുവെങ്കിലും അതിൽ ഭൂരിപക്ഷ ശിവസൈനികരുടെ പിന്തുണയുള്ള മഹാരാഷ്ട്രയിൽ അധികാരത്തിലിരിക്കുന്ന ഏക്നാഥ് ശരി ഗൗതം, എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയപ്പോൾ തന്നെ NDA ക്യാമ്പിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രബലരായ പ്രാദേശിക പാർട്ടികളുടെ കുത്തൊഴുക്കാണൊപ്പം കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ശക്തരായ പല നേതാക്കളും BJP ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്ന. ഗൗതമാണ് വിശദമായ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത്.